അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 9 തിങ്കളാഴ്ച. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന താലൂക്ക് തല അദാലത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ് അദാലത്ത് നടക്കുക. രാവിലെ 9 അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷനാകും. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അഭിസംബോധന ചെയ്യും. വൈകിട്ട് 3:30 മുഖ്യമന്ത്രിയുടെ അഭിസംബോധന. ഇതിനുവേണ്ടി മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയും ഇന്ന് പ്രത്യേക യോഗം ചേരുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അലംഭാവം കാട്ടുകയാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ട് വൈകിയതിന്റെ പേരിലാണ് കേന്ദ്രം സഹായത്തിൽ തീരുമാനമാകാത്തതെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന മനുഷ്യത്വരഹിതമാണെന്നും വയനാട് ജനതയുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കിയിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അലംഭാവം തുടരുന്നത് ക്രൂരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വൈദ്യുത ബോർഡ് ഒപ്പുവച്ച ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതിന് പിന്നിലുള്ള അഴിമതിയെക്കുറിച്ച് വൈദ്യുതി മന്ത്രിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. വില കുറഞ്ഞ വൈദ്യുതി വാങ്ങാനുള്ള കരാറിൽ ക്രമക്കേടുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് സംഘടിതമായ ശ്രമങ്ങളാണ് നടന്നതെന്നും എന്നാൽ കരാറിൽ ക്രമക്കേടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ കരാർ റദ്ദാക്കിയില്ല എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഇക്കാര്യം വിശദീകരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ശാസ്ത്രീയ അന്വേഷണം നടത്തിയില്ലെന്ന് അതുകൊണ്ട് തന്നെ വ്യക്തമാണെന്നും അവർ പറഞ്ഞു. ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും തിരിമറിയുണ്ടായെന്ന് PV അൻവർ. കുടുംബത്തെ അറിയിക്കാതെ നടത്തിയ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ സർവത്ര ദുരൂഹതയുണ്ടെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരൂഹ ഇടപാടുകൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നുവെന്നും ശശിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നവീൻ ബാബു കുടുംബത്തെ അറിയിച്ചിരുന്നുവെന്നും അൻവർ പറഞ്ഞു. കണ്ണൂർ ADM നവീൻ ബാബുവുമായി ജീവിതത്തിൽ ഇന്നേവരെ എന്തെങ്കിലും കാര്യത്തിന് ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യം തനിക്കുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഫേസ്ബുക്കിൽ കുറിച്ചു. വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണകൾ പറഞ്ഞ് മാത്രം നിലനിൽക്കേണ്ട ഗതികേടിൽ നിലമ്പൂർ MLA അൻവർ ചെന്നെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് തനിക്കെതിരെയുള്ള പ്രസ്താവനയെന്ന് P ശശി പരിഹസിച്ചു. പൊതുസമൂഹത്തിൽ അപമാനിക്കുവാൻ ശ്രമിച്ചതിന് അൻവറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ നടത്തിയ പ്രസ്താവനകൾ മാധ്യമങ്ങളിലെ തലക്കെട്ടുകൾക്ക് വേണ്ടി മാത്രമെന്ന് CPM നേതാവ് A വിജയരാഘവൻ. അൻവർ ഇപ്പോൾ മാധ്യമങ്ങളിൽ തലക്കെട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും നവീൻ ബാബുവിന്റെ മരണം നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞ വെളിപാട് പോലെ അൻവർ ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നുവെന്നും അതിൽ ആത്മാർത്ഥതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് ശശി തരൂർ MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടിയെന്നും K സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവച്ചതെന്നും സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്നും തരൂർ പ്രതികരിച്ചു. KPCC പുനഃസംഘടന സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തോടെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടുമെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിന്റെ ഈ സെഷനിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർലമെന്റ് ഉപസമിതിയിലെ BJP അംഗങ്ങൾ തയ്യാറാണെന്നും എന്നാൽ സമിതിയിലെ കോൺഗ്രസ് അംഗങ്ങളടക്കം പ്രതിപക്ഷം കൂടുതൽ സമയം ആവശ്യപ്പെട്ട് റിപ്പോർട്ട് വൈകിപ്പിക്കുകയാണെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ സമവായത്തിന് വഴി തുറക്കുന്നു.
തർക്കമുള്ള പള്ളികളിൽ ആരാധനാ സൌകര്യം പങ്കിടാമെന്ന നിർദ്ദേശവുമായി യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് രംഗത്ത്. പൊതുയോഗം തെരഞ്ഞെടുക്കുന്നവർക്ക് ഭരണവും മറ്റുള്ളവർക്ക് ആരാധനാ സൌകര്യവും നൽകാമെന്ന് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. ചർച്ചകളിലൂടെ ശാശ്വതവും സമാധാനപൂർണവുമായ പരിഹാരങ്ങളിലെത്താൻ കഴിഞ്ഞാൽ അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CBCI ദില്ലിയിൽ വിളിച്ചു ചേർത്ത ക്രിസ്ത്യൻ എംപിമാരുടെ യോഗത്തിൽ വഖഫ് ബില്ലിനെ എതിർക്കണമെന്ന നിലപാട് അറിയിച്ചെന്ന് കോൺഗ്രസ് നേതാക്കൾ. വഖഫ് ബിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് CBCI നേതൃത്വത്തെ അറിയിച്ചെന്ന് പങ്കെടുത്ത നേതാക്കൾ വ്യക്തമാക്കി. മുനമ്പം സമരത്തിന്റെ പേരിൽ മാത്രം വഖഫ് ബില്ലിൽ BJP നിലപാടിനൊപ്പം ചേരരുത് എന്നാണ് കോൺഗ്രസ് എംപിമാർ വ്യക്തമാക്കിയത്. ഡോക്ടർമാർക്ക് നിയമസംരക്ഷണം നൽകാനുള്ള സ്കീമിന്റെ നടത്തിപ്പിൽ IMA കോടികളുടെ നികുതി വെട്ടിച്ചെന്ന് GST ഇന്റലിജൻസ്. ഇൻഷുറൻസ് പദ്ധതികൾക്ക് സമാനമായ സ്കീം നടത്തിപ്പിലാണ് 3 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ അനധികൃതമായിട്ടായിരുന്നു സ്കീം നടത്തിപ്പ്. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതി അന്താരാഷ്ട്ര അംഗീകാരം നേടിയതിന്റെ സന്തോഷം പങ്കുവച്ച് മന്ത്രി P. രാജീവ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരമാണ് സംരംഭക വർഷം പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നത്. ദിലീപിന് VIP ദർശനം നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ് N. പ്രശാന്ത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ഗാർഡുമാർ എന്നിവർക്ക് നോട്ടീസ് നൽകി. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. കുറച്ചു നേരത്തേക്ക് ദർശനം തടസ്സപ്പെട്ടുവെന്ന് വിജിലൻസ് അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. പമ്പയിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു വിശ്രമ കേന്ദ്രം. വനിതകൾക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. 1000 സ്ക്വയർ ഫീറ്റിൽ 50 സ്ത്രീകൾക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന ശീതീകരിച്ച ഫെസിലിറ്റേഷൻ സെന്ററിൽ റെസ്റ്റ് റൂം, ഫീഡിംഗ് റൂം, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്നു. പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ് വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ശബരിമല ഭക്തർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണ സംവിധാനം തയ്യാറാക്കിയ സ്വാമി ചാറ്റ്ബോട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ 1 ലക്ഷത്തിലധികം ഉപയോക്താക്കൾക്ക് സേവനം നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2200-ലധികം എമർജൻസികൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും കാണാതായ വ്യക്തികൾ, മെഡിക്കൽ അത്യാഹിതങ്ങൾ, വാഹന തകരാർ തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ ചാറ്റ്ബോട്ടിന് കഴിഞ്ഞുവെന്നും പോസ്റ്റിൽ പറയുന്നു. മുൻപത്തേത് വഖഫ് ഭൂമിയല്ല എന്ന അഭിപ്രായത്തോട് വ്യക്തിപരമായോ പാർട്ടിയോ യോജിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. പ്രതിപക്ഷ നേതാവല്ല, ആരു പറഞ്ഞാലും അത് വഖഫ് ഭൂമിയാണെന്നും പക്ഷേ ഈ വിഷയത്തിൽ ഇരകളായി നിൽക്കുന്ന മനുഷ്യരുടെ കൂടെ ഞങ്ങൾ നിൽക്കുകയാണെന്നും ഷാജി വ്യക്തമാക്കി. മുൻപത്തേത് വഖഫ് ഭൂമിയാണെന്ന മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രസ്താവനയ്ക്കെതിരെ PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ സാദിഖലി തങ്ങൾ പറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും മറ്റാരും പാർട്ടിയാകാൻ നോക്കേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി 4 ദിവസത്തിനകം റിയാദ് കോടതി വീണ്ടും പരിഗണിക്കും. ഡിസംബർ 12-ന് ഉച്ചയ്ക്ക് 12:30-നാണ് അടുത്ത സിറ്റിംഗ്. അന്ന് മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അൽ അംബറും റിയാദ് സഹായ സമിതി ഭാരവാഹികളും അറിയിച്ചു. N. പ്രശാന്ത് IAS-ന് കുറ്റാരോപണ മെമ്മോ. നിലവിൽ സസ്പെൻഷനിലായ പ്രശാന്ത് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പരാമർശം നടത്തിയെന്നും സസ്പെൻഷന് ശേഷവും മാധ്യമങ്ങളിൽ അഭിമുഖം നൽകിയെന്നും സർവീസ് ചട്ടലംഘനം തുടർന്നുവെന്നും ചീഫ് സെക്രട്ടറി നൽകിയ മെമ്മോയിലുണ്ട്. അടുത്ത ചീഫ് സെക്രട്ടറിയാവാൻ സാധ്യത ഏറെയുള്ള ഉദ്യോഗസ്ഥനായിരുന്ന ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകനെതിരെയായിരുന്നു പ്രശാന്തിന്റെ ആരോപണങ്ങൾ. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെ യാർഡ് വികസനത്തിന് ദർഗാസുകൾ ക്ഷണിച്ചു. ഗുരുവായൂരിലെ യാർഡ് വികസനം തിരുനാവായ പദ്ധതിയിൽ നിന്നും വേർപെടുത്തി ഒരു സ്വതന്ത്ര പ്രവൃത്തിയായി ഡിവിഷൻ തലത്തിൽ ഏറ്റെടുക്കണമെന്ന് യാത്രക്കാർ ഏറെക്കാലമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. പ്രസ്തുത ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള ദർഖാസുകൾ ക്ഷണിച്ചിരിക്കുന്നത്. DMK-യുമായുള്ള തന്റെ സഖ്യനീക്കം പിണറായി വിജയൻ തകർത്തുവെന്നും ഇനി തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്നും PV അൻവർ.
തൃണമൂലുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ബിഎസ്പിയുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു, പക്ഷേ അവർ ദുർബലമാണെന്നും അൻവർ പ്രതികരിച്ചു. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് തുടരുന്നതിനാൽ ബിജെപിയുമായി സഹകരിക്കില്ല. യുഡിഎഫ് പ്രവേശനം ഇപ്പോൾ ആലോചനയിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തകർത്തതിൽ വെല്ലുവിളിയുമായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. സിപിഎമ്മിന്റെ ഓഫീസ് പൊളിക്കാൻ കോൺഗ്രസിന്റെ 10 പിള്ളേർ മതിയെന്നും ആൺകുട്ടികൾ ഇവിടെയുണ്ടെന്ന് തെളിയിച്ചു തരാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പിണറായി വെണ്ടുട്ടായിയിൽ തകർക്കപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടനത്തിനൊരുങ്ങിയ വെണ്ടുട്ടായിയിലെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ശനിയാഴ്ച രാത്രിയാണ് അക്രമികൾ തകർത്തത്. പൂരം സുഗമമായി നടത്താൻ നിയമനിർമ്മാണം വേണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട് തൃശൂരിലെ ആചാര സംരക്ഷണ കൂട്ടായ്മ. ആന, വെടിക്കെട്ട് തുടങ്ങിയവയ്ക്കുള്ള കർശന നിയന്ത്രണങ്ങളിൽ പ്രതിഷേധം അറിയിക്കുന്നതിനായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂരിലെ ക്ഷേത്ര ഉത്സവ കൂട്ടായ്മയാണ് ആചാര സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത്. പാലോട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിൽ. ഇന്ദുജയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും നിരന്തര മാനസിക പീഡനവും മർദ്ദനവും ആണെന്ന് തെളിഞ്ഞതോടെയാണ് അറസ്റ്റ്. ഗൂഢാലോചനയും ശാരീരിക മാനസിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സ്കൂൾ കുട്ടികൾക്കായുള്ള ആർത്തവ ശുചിത്വ നയം നടപ്പാക്കുന്നതിന് കർമ്മ പദ്ധതികൾ സമർപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നവംബർ 2-ാം തീയതിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആർത്തവ ശുചിത്വ നയത്തിന് അംഗീകാരം നൽകിയത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരം നടത്തുന്ന കർഷകരുടെ ദില്ലി മാർച്ച് തൽക്കാലം നിർത്തിവച്ചു. പോലീസ് തുടർച്ചയായി ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചതോടെയാണ് കർഷകർ ദില്ലി മാർച്ചിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങിയത്. സംഘർഷത്തിൽ 15ലധികം കർഷകർക്കും ഒരു മാധ്യമ പ്രവർത്തകയ്ക്കും പരിക്കേറ്റ സാഹചര്യത്തിലാണ് തീരുമാനം. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ചുള്ള പരാമർശം വിവാദമാകുന്നു. ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ ഇന്ത്യ പ്രവർത്തിക്കുമെന്നും ഏകീകൃത സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും പറഞ്ഞ അദ്ദേഹം ഹിന്ദു സംസ്കാരം മുസ്ലിം വിഭാഗത്തിലുള്ളവർ പിന്തുടരുമെന്ന് കരുതുന്നില്ലെന്നും എന്നാൽ ഹിന്ദു സംസ്കാരത്തോട് അനാദരവ് കാട്ടരുതെന്നാണ് അഭ്യർത്ഥനയെന്നും കൂട്ടിച്ചേർത്തു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിലാണ് സിറ്റിംഗ് ജഡ്ജിയുടെ പരാമർശം. അതേസമയം അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശത്തിനെതിരെ മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് രംഗത്തെത്തി. സിറ്റിംഗ് ജഡ്ജി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് നാണക്കേടാണെന്ന് ഇന്ദിര ജയ്സിംഗ് വിമർശിച്ചു. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സിറിയയിൽ ഭരണനിയന്ത്രണം വിമത സായുധ സംഘം പിടിച്ചെടുത്തു. പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടു. പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസും വിമത സായുധ സംഘം പിടിച്ചെടുത്തത്. ചെറുത്തുനിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി സർക്കാർ സേന പിന്മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടിലേറെയായി ഏകാധിപത്യ ഭരണം തുടർന്നു വന്നിരുന്ന പ്രസിഡന്റ് ബഷാർ അൽ അസദ് കൊട്ടാരവും ഭരണവും ഉപേക്ഷിച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ രാജ്യമെങ്ങും ആഘോഷ പ്രകടനങ്ങൾ. അസദ് ഭരണത്തിന് അന്ത്യം കുറിച്ച വിമതർ സർക്കാർ ജയിലുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിച്ചു. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദും കുടുംബവും മോസ്കോയിലെന്നും അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയെന്നും റഷ്യൻ വാർത്താ ഏജൻസിയുടെ സ്ഥിരീകരണം. മാനുഷിക പരിഗണനയിലാണ് റഷ്യ അസദിനും കുടുംബത്തിനും അഭയം നൽകിയതെന്നും വാർത്താ ഏജൻസി വ്യക്തമാക്കി. തലസ്ഥാന നഗരം കീഴടക്കിയതായി വിമതർ പ്രഖ്യാപിക്കുന്ന സമയം ദമാസ്കസ് വിമാനത്താവളം വഴി അസദും കുടുംബവും രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം HTSനെയും സിറിയൻ ജനതയെയും താലിബാൻ അഭിനന്ദിച്ചു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ത്രസിപ്പിക്കുന്ന ജയവുമായി മുന്നിലെത്തി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ്. ചൈനയുടെ ഡിങ് ലിറനെതിരെ നിർണായക ജയമാണ് 11ാം റൌണ്ട് മത്സരത്തിൽ ഗുകേഷ് സ്വന്തമാക്കിയത്. ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ജയത്തോടെ ഡി ഗുകേഷിന് 6 പോയിന്റായി. 3 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ ലോക ചാമ്പ്യനാകാൻ ഗുകേഷിന് വേണ്ടത് ഇനി 1.5 പോയിന്റ് മാത്രം. നിലവിലെ ചാമ്പ്യനായ ചൈനീസ് താരം ഡിങ് ലിറന് 5 പോയിന്റാണ് ഉള്ളത്. അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ബംഗ്ലാദേശിന്. ഫൈനലിൽ ഇന്ത്യയെ 59 റൺസിനാണ് ബംഗ്ലാദേശ് തോൽപ്പിച്ചത്. 198 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക്
32.2 ഓവറിൽ 139 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കെതിരായ രണ്ടാമത്തെ ഏകദിന മത്സരത്തിലും ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിന് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും ഓസീസ് വനിതകൾ സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 2 സെഞ്ചുറികളുടെ പിൻബലത്തിൽ നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 371 റൺസ് നേടിയപ്പോൾ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ ടീം 44.5 ഓവറിൽ 249 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യയെ 10 വിക്കറ്റിന് തോൽപ്പിച്ച് പരമ്പര 1-1 സമനിലയിലാക്കി ഓസ്ട്രേലിയ. ആദ്യ ഇന്നിംഗ്സിന് പിന്നാലെ രണ്ടാം ഇന്നിംഗ്സിലും പതറിയ ഇന്ത്യ 18 റൺസ് മാത്രം ലീഡെടുത്ത് 175 ഓൾ ഔട്ട് ആവുകയായിരുന്നു. വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ ഓസ്ട്രേലിയൻ ഓപ്പണർമാർ ലക്ഷ്യം പൂർത്തീകരിച്ച് പരമ്പര ഒപ്പത്തിനൊപ്പമാക്കി. 5-128 എന്ന നിലയിൽ നിന്ന് 3ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് 47 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ അവശേഷിച്ച 5 വിക്കറ്റുകൾ കൂടി നഷ്ടമാവുകയായിരുന്നു. 42 റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. പാറ്റ് കമ്മിൻസ് 5 വിക്കറ്റെടുത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.